ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. അങ്ങനെ സത്യഭാമയുടെ വീടിനെ ഉന്നം വെച്ച് തന്നെയാണ് രണ്ട് കള്ളന്മാരും വന്നിരിക്കുന്നത്. നല്ല മാന്യമായ കള്ളന്മാരാണ്. വന്ന് കോളിംഗ് ബെല്ല് അടിച്ചിട്ടാണ് വിളിക്കുന്നത്. രാഘവേട്ടനും സത്യാമ്മയും വന്നിട്ട് ചോദിക്കുന്നത്, ആരാ, നിങ്ങളെ മനസ്സിലായില്ലല്ലോ. അത് ഞങ്ങൾ ഈ വീട് നോക്കാൻ വന്നതാ. വീട് നോക്കാനോ? അതെ. വാങ്ങിക്കാനാണോ? അല്ല, വാടകയ്ക്കാ. അതെങ്ങനെയാണ് ശരിയാകുന്നത്? ഞങ്ങളിവിടെ താമസിക്കുവാണല്ലോ എന്നിങ്ങനെ രാഘവേട്ടൻ പറയുന്നുണ്ട്. അതൊന്നും ഞങ്ങൾക്കറിയണ്ട. സത്യാമ്മ ചോദിക്കുന്നു, സുബേറാണോ നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? സുബേറൊന്നും അല്ല, ഇതിൻ്റെ യഥാർത്ഥ അവകാശി തന്നെ. നിങ്ങൾ ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. അത് പറ്റില്ല. സുബേർ ഇങ്ങോട്ട് വരട്ടെ. സുബേർ വന്ന് ഞങ്ങളോട് പറയട്ടെ, അപ്പം ഞങ്ങൾ ഇറങ്ങിക്കോളാം. സുബേർ വന്ന് പറഞ്ഞാലേ നിങ്ങൾ ഇറങ്ങത്തുള്ളൂ. മര്യാദയ്ക്ക് ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. പറ്റില്ലെന്നല്ലയോ പറഞ്ഞ്? സുബേർ വന്ന് പറയട്ടെ. ആഹാ, പെട്ടെന്ന് ആ ഗുണ്ട സത്യാമ്മയുടെ കഴുത്തിന് കയറി പിടിക്കുവാണ്. എടാ വിടറ എന്ന് പറഞ്ഞ് രാഘവേട്ടൻ കയറി പിടിക്കുന്നു. എടാ കിഴവാ, മിണ്ടാതിരിക്കടാ അവിടെ എന്ന് പറഞ്ഞ് രാഘവേട്ടനെയും പിടിച്ച് തള്ളുന്നുണ്ട്. കാര്യം പറഞ്ഞാലേ നീയൊക്കെ മനസ്സിലാകാത്തതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഈ കയ്യാങ്കളി കാണിക്കേണ്ടി വരുന്നത്. സത്യാമ്മയുടെ കൈ പിടിച്ച് മാറ്റാൻ നോക്കിയിട്ട് അവൻ അമർത്തി പിടിക്കുവാണ് സത്യാമ്മയുടെ കഴുത്തിന്. സത്യാമ്മ അയ്യോ അയ്യോ എന്നൊക്കെ വിളിച്ചു കൂവുന്നുണ്ട്. എന്ത് ചെയ്യാനാ, ആ പരിസരത്തെങ്ങും ആരുമില്ല അവരെ സഹായിക്കാൻ. ഈ സമയത്ത് നമ്മുടെ വിഷ്ണു പുതിയ ഓട്ടോ വാങ്ങിച്ചതിന് പൂജ ചെയ്യാനായിട്ട് ശാലിനിയെ മക്കളുമൊക്കെ ആയിട്ട് ഒരു ക്ഷേത്രത്തിൽ വന്നിരിക്കുവാണ്. ക്ഷേത്രത്തിലെ തിരുമേനി ആ ഓട്ടോറിക്ഷയൊക്കെ പൂജിച്ചിട്ട് തിരുമേനി ആ ഓട്ടോറിക്ഷയുടെ ചാവി വിഷ്ണുവിൻ്റെ കൈ കൊടുത്തിട്ട് പറയുന്നു, ഇനി ഭഗവാനെ മനസ്സിൽ നല്ലതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് മുന്നോട്ടെടുക്കുക. ശാലിനിയും മക്കളും വലിയ സന്തോഷത്തിലാണ്. വിഷ്ണു ഓട്ടോറിക്ഷ ഇങ്ങോട്ട് തൊട്ട് തൊഴുതിട്ട് പറയുന്നു, ദൈവമേ, ഇന്ന് മുതൽ സാധാരണക്കാരൻ്റെ അത്താണിയായിട്ട് ഈ ഓട്ടോശ്രീ നിലത്തിലിറങ്ങും. എങ്ങനെയുണ്ട് മക്കളെ ഓട്ടോറിക്ഷ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പപ്പിമോള് സന്തോഷത്തോടെ പറയുന്നു, എനിക്കിഷ്ടപ്പെട്ടു. സത്യം പറയുക, എൻ്റെ പേരിടായിരുന്നു. ശാലിനി അത് കേട്ടിട്ട് പറഞ്ഞു, ശ്രീ എന്ന് വെച്ചാൽ ഐശ്വര്യമാണ് മക്കളെ. ഈ വണ്ടി നമ്മളുടെ ഐശ്വര്യമാണ് ഇനി മുതൽ. ഇനി എങ്ങോട്ടാ വിഷ്ണുവേട്ടാ നമ്മൾ പോകുന്നത്? അതെ, അച്ഛനെ അമ്മയൊന്ന് കാണണം, അവളുടെ അനുഗ്രഹം മേടിക്കണം. അതിനുശേഷം ഓട്ടോ സ്റ്റാൻഡിലോട്ട്. എന്നിട്ട് വളരെ സന്തോഷത്തോടെ ചിരിച്ചോണ്ട് വിഷ്ണു പറയാ, എൻ്റെ ഐശ്വര്യങ്ങളൊക്കെ ഓട്ടോറിക്ഷയിലോട്ടൊന്ന് കയറിക്കേ. അങ്ങനെ ശാലിനിയും മക്കളും ഓട്ടോറിക്ഷയിൽ കയറുവാണ്. വിഷ്ണു അങ്ങനെ ദൈവങ്ങളെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഓട്ടോറിക്ഷ അങ്ങോട്ട് മുന്നോട്ട് സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണ്. ആ സമയത്ത് രാഘവേട്ടൻ്റെ വീട്ടിൽ വന്നിരുന്ന ഗുണ്ടകൾ രാഘവേട്ടനെ തെള്ളി താഴെയിട്ട് ഉപദ്രവിക്കുവാണ്. അത് കണ്ടിട്ട് സത്യാമ്മ പെട്ടെന്ന് വിടറാന്നും പറഞ്ഞ് അവന്മാരിൽ നിന്നും രാഘവേട്ടനെ രക്ഷിക്കാൻ നോക്കുമ്പോൾ സത്യാമ്മയുടെ ബാഗ് താഴെ വീണ് അതിലിരിക്കുന്ന പൈസ താഴെ ചെതറി വീഴുന്നുണ്ട്. പെട്ടെന്ന് അതിലൊരു ഗുണ്ട ബാഗിൽ നിന്ന് താഴെ വീണ ആ നോട്ടെല്ലാം കൂടെ എടുത്ത് ബാഗിനകത്തോട്ട് വെക്കുവാണ്. അത് കണ്ടുകൊണ്ട് സത്യാമ്മ അയ്യോ എൻ്റെ പൈസ എന്ന് പറഞ്ഞിട്ട് പിടിക്കാൻ നോക്കുമ്പോൾ അവൻ സത്യാമ്മയുടെ കഴുത്തിന് ഞെക്കി പിടിക്കുവാണ്. മറ്റേ ഗുണ്ടയാണെങ്കിൽ രാഘവേട്ടനോട് പറയുന്ന, അനങ്ങിപ്പോവരുത്, കൊന്നുകളയും എന്നും പറഞ്ഞ് അവരിങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുവാണ്. എത്രയും പെട്ടെന്ന് ഈ വീട് ഒഴിഞ്ഞ് പോയിക്കണം, അല്ലെങ്കിൽ ഇതിനപ്പുറം ഇവിടെ നടക്കും എന്നും പറഞ്ഞ് ആ ഗുണ്ട മെറ്റവൻ്റെ കയ്യിലോട്ട് ആ പൈസയും ബാഗ് കൂടെ കൊടുക്കുന്നുണ്ട്. സത്യാമ്മ കിടന്ന് വേദന കൊണ്ട് നിലവിളിക്കുക, എടാ കഴുത്തേന്ന് വിടറ, എൻ്റെ ബാഗ് താടാ എന്നൊക്കെ വിളിച്ച് കൂവുന്നുണ്ട്. പാവം രാഘവേട്ടൻ എങ്ങനെയൊക്കെ എഴുന്നേറ്റിട്ട് ആ ബാഗിൽ കയറി പിടിക്കുക. എടാ പൈസ താടാ, ഞങ്ങളുടെ പൈസ താടാ. ഒരു ദയദാക്ഷിണ്യം പോലും കാണിക്കാതെ ആ ഗുണ്ട രാഘവേട്ടനെ തെള്ളി താഴെ ഇടുന്നുണ്ട്. അയ്യോ രാഘവേട്ടാന്ന് പറഞ്ഞ് സത്യാമ്മ കരഞ്ഞുകൊണ്ട് പോയി രാഘവേട്ടനെ പൊക്കുവാണ്. അയ്യോ ഫാമേ, നമ്മുടെ പൈസ പോയി, പൈസ വാങ്ങിക്ക് ഫാമേ എന്നൊക്കെ ഇങ്ങനെ രാഘവേട്ടൻ കരഞ്ഞുകൊണ്ട് നിലവിളിച്ച് പറയുവാണ്. അതൊന്നും കേൾക്കാതെ വന്ന ഗുണ്ടകൾ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ആ പൈസയായിട്ടങ്ങ് പോവാണ്. രാഘവേട്ടൻ പാവം വേദന കൊണ്ട് നിലവിളിക്കുക. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട്, അയ്യോ എൻ്റെ പൈസ പോയേ എന്നൊക്കെ. അയ്യോ രാഘവേട്ട, എഴുന്നേക്ക് രാഘവേട്ട എന്നും പറഞ്ഞ് സത്യഭാമ കരയുവാണ്. സത്യഭാമയ്ക്ക് എഴുന്നേൽപ്പിക്കാനും പറ്റുന്നില്ല. രാഘവേട്ടൻ ആകെ തളർന്ന മട്ടാണ്. അയ്യോ നമ്മുടെ പൈസ പോയേ എന്ന് വിളിച്ച് കൂവുകയാണ്. വിഷ്ണുവും ശാലിനിയും മക്കളും കൂടെ ഓട്ടോറിക്ഷയിൽ വന്നുകൊണ്ടിരിക്കുവാണ്. മക്കൾ രണ്ടുപേരും നല്ല പാട്ടൊക്കെ പാടി വളരെ എൻജോയ്മെൻറ്റിലാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടിട്ട് ശാലിനി പറയുക, ഓ മക്കളുടെ സന്തോഷമൊക്കെ കണ്ടിട്ട് ഏതോ ഒരു വലിയ വണ്ടിയിൽ ഇങ്ങനെ പോവുകയാണെന്നാണ് തോന്നുന്നത്. വിഷ്ണു പറയുന്നത്, അതെ, ഇത് വലിയ വണ്ടി തന്നെയാണ്. അത്താഴപ്പഷ്ണിക്കാരൻ വിഷ്ണുവിൻ്റെ വലിയ വണ്ടി. ഇതിൻ്റെ മഹത്വം അറിയണമെങ്കിലേ സാധാരണക്കാരുടെ ഇടയിലോട്ട് നടന്ന് ചെന്നാൽ മതി. അവർക്കിതൊരു ചെറിയ വാഹനം മാത്രമല്ല, അവർക്കിത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. ആ ഗുണ്ടകൾ തള്ളിയിട്ട ഷോക്കാണെന്ന് തോന്നുന്നു. രാഘവേട്ടനെ തീരെ അനങ്ങാൻ വയ്യ. രാഘവേട്ടൻ അങ്ങ് നിലം പതിച്ച് കിടക്കുവാണ്. രാഘവേട്ട എന്ന് സത്യാമ്മ കരയുവാണ്. ആ സമയത്ത് നൂർജഹാൻ ഒരു ഓട്ടോറിക്ഷയും വിളിച്ചങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്ത് പറ്റി സത്യാമ്മയെന്ന് പറഞ്ഞ് നൂർജഹാനും ഓടി വരുവാണ്.
അയ്യോ മോളെ, 2 ഗുണ്ടകൾ വന്ന് ഞങ്ങളെ അടിച്ചിട്ടിട്ട് പണവുമായിട്ടങ്ങ് പോയി. രാഘവേട്ടാന്ന് വിളിച്ചിട്ടും രാഘവേട്ടൻ്റെ സ്ഥിതി വളരെ മോശമാവുകയാണ്. നൂർജഹാൻ ഓടിപ്പോകുന്നുണ്ട് വെള്ളം എടുത്തുകൊണ്ട് വരാൻ. ഇതൊന്നും അറിയാതെ നമ്മുടെ വിഷ്ണുവും ശാലിനിയും മക്കളും സന്തോഷത്തോടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് പാട്ടൊക്കെ പാടി. നൂർജഹാൻ എളുപ്പം വെള്ളം കൊണ്ടുവന്ന് സത്യാമ്മയുടെ കൊടുക്കുന്നത്. സത്യാമ്മ വെള്ളം രാഘവേട്ടൻ്റെ മുഖത്തൊക്കെ തളിക്കുന്നുണ്ട്. രാഘവേട്ടനെ കിടന്ന് ഞെരങ്ങുകയും മുളുകയൊക്കെയാണ് ചെയ്യുന്നത്. അച്ഛാ എഴുന്നേക്കെന്നൊക്കെ ഇങ്ങനെ നൂർജഹാൻ വിളിക്കുവാണ്. പക്ഷേ രാഘവേട്ടനെ സംസാരിക്കാനോ ഒന്നും കഴിയുന്നില്ല. ആ സമയത്ത് ദാണ്ട നമ്മുടെ വിഷ്ണുവിൻ്റെ ഓട്ടോറിക്ഷ അങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. വിഷ്ണുവും ശാലിനിയും ഓട്ടോറിക്ഷയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴേ സത്യാമ്മ വിഷ്ണുവിനിങ്ങനെ അലറി വിളിക്കുവാണ്. അവരെല്ലാവരും ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി ഓടി വരുവാണ്. വിഷ്ണു അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ട്, അമ്മേ അച്ഛൻ എന്താ ഉണ്ടായത്, എന്ത് പറ്റിയതാമ്മേ, പറയമ്മേ. വിഷ്ണു ഒരു തരത്തിൽ രാഘവേട്ടനെ ഇങ്ങനെ എഴുന്നേപ്പിച്ചിരുത്തുന്നുണ്ട്. അമ്മേ പറ, എന്താ ഉണ്ടായത്, വിഷ്ണു മോനെ എന്നിങ്ങനെ രാഘവേട്ടൻ വിളിക്കുന്നുണ്ട്. സത്യാമ്മ പറയുക, എടാ ആരെയൊക്കെ 2 ഗുണ്ടകൾ വന്ന് ഞങ്ങളെ ഉപദ്രവിച്ചിട്ട് പൈസ എടുത്തോണ്ട് പോയടാ. അത് കേട്ട് വിഷ്ണുവും ശാലിനി അങ്ങ് ഞെട്ടുവാണ്. അയ്യോ എല്ലാം പോയടാ. അമ്മേ പരിചയമുള്ളവർ വല്ലരും ആണോ? അല്ലടാ. രാഘവേട്ടനെ കോരിയെടുത്ത് വിഷ്ണുവിൻ്റെ മടിയിലോട്ട് ഇങ്ങനെ ചാരി വെച്ചോണ്ട് വിഷ്ണു വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് രാഘവേട്ടന്. അമ്മേ അവന്മാർ വല്ലരും ഉപദ്രവിച്ചോ? ഇല്ല മോനെ എന്നിങ്ങനെ സത്യാമ്മ കള്ളം പറയുവാണ്. രാഘവേട്ടൻ്റെ ആ കിടപ്പ് കണ്ടിട്ട് ശാലിനിക്ക് ആകെ പേടിയാകുന്നു. വിഷ്ണുവേട്ട എത്രയും പെട്ടെന്ന് നമുക്ക് അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. രാഘവേട്ടൻ ഓർമ്മ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. പെട്ടെന്ന് പറയുന്നു, വേണ്ട എനിക്ക് എൻ്റെ വീട്ടിൽ പോയാൽ മതി, എനിക്കിവിടെ നിൽക്കണ്ടടാ മോനെ, എന്നെ അങ്ങോട്ട് കൊണ്ടുപോടാ. ശാലിനി കരഞ്ഞോണ്ട് രാഘവേട്ടനോട് പറയുക, അച്ഛൻ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്, നമുക്ക് ആദ്യം ഹോസ്പിറ്റലിൽ പോകാം. വിഷ്ണുവേട്ട ഇത് നമുക്ക് കേസാക്കണം. അവന്മാരാരായാലും അവരെ വെറുതെ വിടാൻ പാടില്ല. ഇല്ല, ഞാൻ ഒരിടത്തേക്കും ഇല്ല, ആരും എന്നെ കൊണ്ടുപോകാൻ നോക്കണ്ട. രാഘവേട്ടൻ പിടിവാശി തന്നെ കിടക്കുവാണ്. എടാ മോനെ വിഷ്ണു, എനിക്കൊരൊറ്റ വീടേ ഉള്ളടാ, അത് ഞാൻ വെച്ച വീടാ. എന്നെ ആരും ആ വീട്ടിൽ വന്ന് ഉപദ്രവിക്കത്തില്ലടാ. ഇങ്ങനെ എനിക്ക് ആരെയും പേടിക്കുകയും വേണ്ടടാ, അത് എൻ്റെ വീടാടാ. രാഘവേട്ടൻ്റെ ആ സങ്കടം കണ്ടിട്ട് അവർക്കാർക്കും ഒന്നും പറയാൻ വയ്യാതെ എല്ലാവരും നിന്ന് പൊട്ടിക്കരയുവാണ്. അച്ഛൻ്റെ ആ സങ്കടം പറച്ചിലും പദം പറക്കലും ഒക്കെ കണ്ടിട്ട് വിഷ്ണു എന്തൊക്കെയോ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ദേഷ്യവും സങ്കടവും കൊണ്ട് വിഷ്ണു ഇങ്ങനെ കണ്ണു തുറിച്ച് പല്ല് കടിച്ചിരിക്കുവാണ്. ആർക്കോ ശരിക്ക് പണി കൊടുക്കുമെന്നുള്ളത് ഉറപ്പായി. ശാരദാമ്മയുടെ വീട്ടിൽ ശ്യാമയിരുന്ന് എന്തൊക്കെയോ തുണിയൊക്കെ ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് ശ്യാമയ്ക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട്. ഇതേ ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. അയ്യോ എന്താ സാറേ, എന്തിനാ വിളിച്ചത്? രോഹിത്ത് നിങ്ങളുടെ ഭർത്താവല്ലേ? അതെ സാറേ, അയാളെ ഇവിടെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടേ ഇതുവരെയും ജാമ്യത്തിലാക്കാൻ ആരും വന്നില്ലല്ലോ. എനിക്ക് സത്യാമ്മയുടെ കുടുംബമായിട്ടേ ഇതിനു മുൻപ് നല്ലൊരു ബന്ധം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പേരിൽ ഇപ്പോൾ വിളിക്കുന്നത്. അല്ല സാറേ, ജാമ്യം കിട്ടുമോ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് ജാമ്യം കിട്ടുമോ എന്ന് ചോദിച്ചാലേ ഞങ്ങളെന്താ വണ്ടി പിടിച്ചുകൊണ്ട് വന്ന് ജാമ്യം വീട്ടിൽ കൊണ്ട് തരണോ? സോറി സാറേ, ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല. എന്നാലേ നിങ്ങൾ പെട്ടെന്നൊരു വക്കീലിനെയും കൊണ്ടുവന്നു കഴിഞ്ഞാലേ കോടതിയിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ജാമ്യം കിട്ടും. ഇല്ലെങ്കിൽ കേസ് തിരിയും. പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ എത്രയും പെട്ടെന്ന് വരാം സാർ എന്ന് പറഞ്ഞിട്ട് ശ്യാമ പെട്ടെന്ന് ശാലിനിക്ക് ഫോൺ ചെയ്യുവാണെന്ന് തോന്നുന്നു. 2-3 പ്രാവശ്യം ശ്യാമ ഫോൺ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടും ഫോൺ കിട്ടുന്നില്ല. പെട്ടെന്ന് ശാരദാമ്മ വന്ന് ചോദിക്കുന്നു, എന്താ മോളെ, ആരാ വിളിച്ചത്? അമ്മ സ്റ്റേഷനിൽ നിന്നാണ് വിളിച്ചത്. രോഹിത്തിനെ ജാമ്യത്തിലിറക്കുന്ന കാര്യം പറയാനാണ് വിളിച്ചത്. കുഞ്ഞേച്ചിയെ വിളിച്ചിട്ടിട്ട് കിട്ടുന്നതും ഇല്ലല്ലോ അമ്മേ കുഞ്ഞേച്ചിക്ക് വേറെ വല്ല നമ്പറുണ്ടോ? എടി മോളെ, അവൾ വല്ല മീറ്റിങ്ങിലുമായിരിക്കും. പിന്നെ ഉള്ളത് അനുവിൻ്റെ നമ്പരാ. മീറ്റിങ്ങിലാണെങ്കിൽ ശാലിനിക്കൊപ്പം അനുവും കാണും. പിന്നെ വിളിച്ചിട്ടും കാര്യമില്ലല്ലോ. ശ്യാമയ്ക്ക് പെട്ടെന്ന് ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് പറയുക, അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യത്തിന് ഇവിടെ ആരെങ്കിലും വിളിച്ചാൽ അവർക്കാർക്കും സമയമുണ്ടോ? എല്ലാത്തിനും ഓടാൻ ഞാൻ തന്നെ വേണ്ടേ? എന്തൊക്കെയാ ശ്യാമേ നീ പറയുന്നത്? നിനക്ക് വേണ്ടി ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ലയോ? പിന്നെ നീ ഇപ്പം ജാമ്യത്തിലിറക്കണമെന്നും പറഞ്ഞ് തുള്ളുന്നല്ലോ. അവൻ നിന്നോടും മറ്റുള്ളവരോടും എങ്ങനെയാ ഇതുവരെ പെരുമാറിയെന്ന് നീ ഒന്ന് ഓർത്ത് നോക്കിക്കേ. എന്തെങ്കിലും ഒരു നല്ല വാക്ക് ഈ അടുത്ത കാലത്തെങ്ങാനും നിന്നോട് അവൻ പറഞ്ഞിട്ടുണ്ടോ? നിന്നോട് കാണിക്കാത്ത മര്യാദ അവൻ മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കുന്നുണ്ട്. അമ്മ എന്തുവായി പറയുന്നത്? രോഹിത് എന്ത് കുറ്റം വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ അയാളെ എനിക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ലല്ലോ. എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ആളാണ് രോഹിത്. എനിക്കത് മറക്കാൻ പറ്റില്ല. ശാരദാമ്മ അതിശയത്തോടെ ശ്യാമയെ നോക്കുവാണ്. എത്ര പെട്ടെന്നാ ശ്യാമേ നിന്റെ സ്വഭാവത്തിലും വാക്കിലുമൊക്കെ മാറ്റം വരുത്തിയത്. സ്ഥിരതയായ ഒരു വാക്കുപോലും നിനക്കില്ല. എനിക്ക് സ്ഥിരതയായ ഒരു ജീവിതം പോലും ഇല്ലല്ലോ അമ്മേ. എന്നെ എന്തിനാ നിങ്ങൾ വളർത്തിയത്? ജനിച്ചപ്പോൾ തന്നെ എന്നെ അങ്ങ് കൊന്നുകളയാൻ വയ്യായിരുന്നു. എങ്കിലേ എനിക്ക് കഷ്ടപ്പാടുകളൊന്നും സഹിക്കേണ്ടി വരില്ലായിരുന്നു. നീ തന്നെ ഇത് പറയണം ശ്യാമേ. എന്ന് വെച്ചാലേ എൻ്റെ മക്കളിൽ ഏറ്റവും കൂടുതൽ ലാളിച്ചത് നിന്നെ തന്നെ ആയിരുന്നു. നിന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ അന്നും ഇന്നും.
കൊന്നുകളഞ്ഞാൽ പോരായിരുന്നോ, എന്തിനാ വളർത്തിയത് എന്നൊക്കെ നീ ഇപ്പം ചോദിച്ചല്ലോ. അതിനുത്തരം കിട്ടാനേ വേറെ എങ്ങോട്ടും പോവണ്ട. എൻ്റെ മോൾ എങ്ങനെ ഇപ്പം നിൽക്കുന്ന നീ നിപ്പ് കണ്ടല്ലേ, ഇതിനോട് തന്നെ ചോദിച്ചാൽ മതി. അപ്പോൾ നിനക്ക് കിട്ടിക്കോളും മോള് ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഉള്ള മറുപടി. ഇനി എൻ്റെ മോൾ ഒന്നുകൂടെ കേട്ടോ, രോഹിത്ത് കെട്ടിയ താലിയുടെ മഹത്വം ഒന്നും എന്നെ പറഞ്ഞ് നീ കാണിക്കണ്ട. അതിൻ്റെ എന്തെങ്കിലും ഒരു മഹത്വം അവനുണ്ടായിരുന്നെങ്കിലേ അവൻ ഈ പണിക്കൊന്നും നിൽക്കത്തില്ലായിരുന്നല്ലോ. അതുകൊണ്ട് നീ പൊയ്ക്കോ, പോയി ജാമ്യത്തിലിറക്കാൻ നോക്ക്. ജാമ്യത്തിലിറങ്ങിയതിൻ്റെ പിറ്റേന്ന് തന്നെ അവൻ വേറെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കോളും. കാരണമേ അവനിതൊരു നേരം പോക്ക. പിന്നെ നിനക്കിതൊരു സ്ഥിരം ജോലിയായി മാറരുത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ ശാരദാമ്മ അകത്തോട്ട് കയറി പോവുകയാണ്. രാഘവേട്ടൻ ഹോസ്പിറ്റലിൽ പോകാതെ നിർബന്ധം പിടിച്ച് അവിടെ തന്നെ കിടക്കുവാണ്. ഒരു കാർ അങ്ങോട്ട് വരുന്നുണ്ട്. ആ കാറിൽ നിന്നൊരു ഡോക്ടറാണെന്ന് തോന്നി ഇറങ്ങി വരുന്നു. ഡോക്ടർ വന്ന് വിഷ്ണുവിനോട് ചോദിക്കുന്നത് എന്താണ്, എപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത്? അച്ഛനും അമ്മയും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വരുമ്പോൾ അച്ഛനോടെ വീണ് കിടക്കുമായിരുന്നു. ആക്രമികൾ അതിനകം പൊയ്ക്കഴിഞ്ഞു. സത്യാമ്മ രാഘവേട്ടനോട് ചോദിക്കുന്നുണ്ട്, രാഘവേട്ട ഇപ്പോൾ എങ്ങനെയുണ്ട്? എനിക്ക് നല്ല ശരീരവേദന എടുക്കുന്നു ഫാമേ. അപ്പോൾ ഡോക്ടർ അങ്ങോട്ട് വന്ന് രാഘവേട്ടനെ പരിശോധിക്കുവാണ്. ഡോക്ടർ BP അങ്ങനെയൊക്കെ പരിശോധിച്ച് നോക്കിയിട്ട് പെട്ടെന്നൊരു സ്ലിപ്പ് എടുത്ത് വെച്ച് എഴുതുന്നുണ്ട്, ഞാൻ എഴുതി തരുന്ന ഈ മരുന്ന് എത്രയും പെട്ടെന്ന് വാങ്ങിച്ചു കൊടുക്കണമെന്ന്. സത്യമ്മ പറയുന്ന, ഡോക്ടറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കാരണം അവരാക്രമിച്ചപ്പോൾ തലയടിച്ചാണ് രാഘവേട്ടൻ വീണത്. ഞാൻ തരുന്ന ഈ മരുന്ന് നിങ്ങൾ ആദ്യം കൊടുക്ക്. എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഡോക്ടർ പറഞ്ഞതുപോലെ ചികിത്സയ്ക്കായിട്ട് ഞങ്ങൾ ഹൈദരാബാദിലോട്ട് പോകാനിരിക്കുമായിരുന്നു. അതിനുള്ള പണവും ഞങ്ങൾ റെഡിയാക്കിയിരുന്നു. അപ്പോഴേക്കും ഇങ്ങനെയൊരു ദുരന്തത്തിൽ അത് കലാശിച്ചു. ഇപ്പോഴത്തെ ഈ മാനസികാവസ്ഥയിൽ ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്തായാലും ഞാനിപ്പോൾ എഴുതി തന്ന ഈ മരുന്നുകൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യൂ. നീ പോകുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോവുകയാണ്. എനിക്ക് നല്ല ശരീരവേദന എടുക്കുന്ന ഫാമേ, എൻ്റെ പുറവെല്ലാം പൊട്ടിപ്പോകാൻ പോകുന്ന വേദന. രാഘവേട്ടൻ വിഷമിക്കാതെ, അതിനുള്ള മരുന്നാണിപ്പോൾ കുറിച്ച് തന്നത്. അത് ഉടനെ തന്നെ വാങ്ങിച്ചു തരാം. അപ്പോൾ വേദനയൊക്കെ മാറും. ശാലിനി ഇങ്ങ് വന്നേ മോളെ, പോലീസ് അവരെ പിടിച്ചോ? അവരാരായാലും നമുക്ക് കണ്ടുപിടിക്കാച്ചാ. പണവും അങ്ങനെ നഷ്ടപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഞാൻ SHOയെ വിളിച്ചു വരുത്താം. വീട്ടിൽ കയറി ആക്രമിച്ചിട്ട് അവന്മാരെ അങ്ങനെ രക്ഷപ്പെടാൻ വിട്ടുകൂടാ. അമ്മയും കൊണ്ടുപോയി നമുക്കൊരു കംപ്ലൈൻറ്റ് കൊടുക്കാം. ഇത് സ്ഥിരം ലിസ്റ്റിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കും. സത്യാമ്മ പറയുക, എടാ ഈ വീടിൻ്റെ ഹൗസ് ഓണർ പറഞ്ഞിട്ടാ വന്നതെന്ന് പറഞ്ഞ അവന്മാർ പറഞ്ഞത്. സുബേർ പറയട്ടെ, സുബേർ പറഞ്ഞാൽ ഞങ്ങൾ ഒഴിയാന്ന് പറഞ്ഞപ്പോഴാണ് അവന്മാർ ഉപദ്രവം തുടങ്ങിയത്. ശാലിനി പറയുക, എന്തായാലും ഇതിങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. ഗുണ്ടകളെ പേടിച്ച് നമുക്ക് നാട് വിടാൻ പറ്റുമോ? വിഷ്ണുവേട്ടാ, എത്രയും പെട്ടെന്ന് നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കണം. രാഘവേട്ടൻ അത് കേട്ടിട്ട് പറയുക, മോളെ എന്നെ ഇനി ഇവിടെ നിർത്തല്ലേ, എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്ക്. അവിടുന്ന് പോന്നതാ ഇതിനെല്ലാത്തിനും കാരണം. നൂർജഹാൻ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. നൂർജഹാനെ ശരിക്കും മനസ്സിലായിട്ടുണ്ട് ഇത് നസീറിൻ്റെ ആൾക്കാരാണ്, അവരാണ് ഈ പണി ചെയ്തതെന്ന്. പക്ഷെ പറയുന്നില്ല. നൂർജഹാൻ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. രാഘവേട്ടൻ വീണ്ടും വിഷ്ണുവിനോട് പറയുക, എടാ മക്കളെ, എന്നെ നമ്മളെ വീട്ടിൽ കൊണ്ടാക്കടാ. വിഷ്ണുവിനൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. വിഷ്ണു ഇങ്ങനെ സങ്കടത്തോടെ അച്ഛനെ നോക്കുവാണ്. എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? അമ്മയുടെ അഹങ്കാരത്തിൻ്റെ ഫലമായി ആ വീട് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയച്ചാന്ന്. ഈ വീടിൻ്റെ ഹൗസ് ഓണർ പറഞ്ഞിട്ട് വന്നതാണെന്നും പറഞ്ഞാണല്ലോ അവന്മാരിങ്ങോട്ട് വന്നത്. അപ്പോൾ ഇത് നസീറിക്ക വിട്ട ആൾ തന്നെ എന്നുറപ്പിച്ചുകൊണ്ട് നമ്മുടെ നൂർജഹാൻ വിഷ്ണുവിനോട് പറയാൻ വരുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നൂർജഹാൻ വിഷ്ണുവിനോട് പറയും ഇത് നസീർ വിട്ട ആളുകളാണെന്ന്. അങ്ങനെ എത്രയും പെട്ടെന്ന് നസീറിന് വിട്ട ഗുണ്ടകളെ പോലീസ് പിടിക്കും. സത്യാമ്മയുടെ നഷ്ടപ്പെട്ട പൈസയും കിട്ടും. അതിനുശേഷം വിഷ്ണുവും സുബേർക്കയും തമ്മിലുള്ള ആ ആത്മബന്ധം പിരിയുമോ? നസീർ കാണിച്ച ഈ പരമദ്രോഹത്തിന് സുബേർക്ക ഇനി നൂർജഹാനെ നസീറിനെ നിക്കാഹ് ചെയ്ത് കൊടുക്കുവോ എന്നുള്ളതൊക്കെ അറിയാനുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.